ശരിക്കും നല്ല ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് ആണ് ഏറ്റവും വാഗമൺ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ടൈം. അതാണ് ഏറ്റവും നല്ലൊരു സീസൺ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മെയ് മാസത്തിലാണ് ശരിക്കും ഈ വാഗമൺ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയം. താഴോട്ടും കുറച്ച് അത് മെയിൻലി എന്ന് പറഞ്ഞാൽ ക്യാമ്പ് ഫയർ, അതൊക്കെ ഉണ്ട് കേട്ടോ. ആ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ആണ്. ക്യാമ്പ് ഫയർ, ബാർബിക്യൂ, ഈ സംഭവം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു പർപ്പസ്ഫുള്ളി ഞങ്ങൾ ചെയ്തേക്കുന്നത്. അത് നമ്മൾ ഇന്ന് രാത്രി നമുക്ക് എന്തായാലും അതൊന്ന് സെറ്റ് ചെയ്യണേ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അതെന്താണ്? അപ്പൊ ഇതെന്തായിരുന്നു സംഭവം? കാട്ടിലെയാണോ? ഇത് നമ്മൾ പെട്ടിയിൽ വളർത്തുന്ന വീടുകളിലൊക്കെ. ഇത് കാട്ടുതേൻ, കാട്ടിലൊക്കെ വരുന്ന അല്ലാത്ത വൻതേൻ. ഓക്കെ, മൂന്ന് തരത്തിലാണ്. അതന്നെ, അത് കാട്ടിലെ തേൻ. മഞ്ഞ കയറ് പിടിച്ച് കെട്ടിയിരിക്കുന്നത് ഡേഞ്ചറസ് സോണാണ്. പക്ഷെ ആൾക്കാർ കയറുന്നുണ്ട്. അത് വളരെ സൂക്ഷിക്കണം. ഈ പിള്ളേർ കയറിയ പോലെ തന്നെ തിരിച്ച് പതുക്കെ ഇങ്ങനെ താഴോട്ട് തന്നെ ഉരുണ്ട് വീഴും. എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണേ. ഭയങ്കര കാറ്റ്, ഭയങ്കര തണുപ്പ് സാധ്യം. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പൊ അങ്ങനെയായോ? എന്ത് സംഭവിക്കാം? സംഭവം ഇപ്പൊ ബാർബി അടിപൊളിയായിരിക്കും. അടിപൊളി. എങ്ങനെയുണ്ട്? ഉപ്പും പുളിയൊക്കെ ഉണ്ടോ? ഉപ്പും പുളിയുണ്ട്. ഹായ് റപ്പ, ഹായ് റപ്പ, ഹായ് റപ്പ, ഹായ് റപ്പ, ഹായ് റപ്പ. അങ്ങനെ ഞങ്ങൾ പ്രകൃതി സുന്ദരമായ വാഗമണ്ണിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ എത്തി. ഇന്ന് ഇതാ രാവിലെ ഡ്രസ്സൊക്കെ ചെയ്ത് ഞങ്ങൾ വെളിയിലോട്ടിറങ്ങാൻ പോവുകയാണ്. നമ്മൾ സ്റ്റേ ചെയ്തേക്കുന്ന സ്ഥലമാണ് ഈ ഒരു ബിൽഡിങ്. നമുക്ക് ഫാമിലിയായിട്ട് ഒന്ന് താമസിക്കാം. 1 ദിവസം 2 ദിവസം. ഞങ്ങൾ 2 ദിവസത്തെ സ്റ്റേ ആണ് ഇവിടെ ഉദ്ദേശിച്ച് വന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു വന്ന സമയത്ത്. ഇന്ന് വലിയ കുഴപ്പമില്ലെങ്കിലും ആ കാറ്റിന് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇതറിയാമല്ലേ, നമ്മുടെ മിക്ക വീഡിയോയും ചേട്ടൻ ഉൾപ്പെട്ടിട്ടുണ്ട്, ചേട്ടനും കുടുംബമൊക്കെ. അപ്പോൾ ചേട്ടൻ, റാണച്ചേട്ടൻ, അനുദേച്ചി എല്ലാവരും ഇവിടെയാണ്. ഞങ്ങളെത്തുള്ളൊരു നല്ലൊരു യാത്രയിലാണിപ്പോൾ അല്ലേ? നല്ല സുഖമുണ്ടല്ലേ ഏട്ടാ? അല്ലേ? നല്ലതായിട്ട് ഉറങ്ങി മുരളിച്ചേട്ടൻ അല്ലേ? അമ്പിച്ചേച്ചി ഏത് വഴിയാണോ ഒന്ന് ഇറങ്ങി വരുന്നത്? കിച്ചണിൽ നിന്ന് അങ്ങനെ ഫ്ലാസ്ക് തുറക്കാൻ അമ്പിച്ചേച്ചി വന്നു. മുരളിച്ചേട്ടൻ്റെ ഹെൽപ്പ്. ഇത്രയേ ഉള്ളൂ. ഇദ്ദേഹമാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ ഓണർ. പേര് വന്നിട്ട് ജിനു എന്നാണ്. ഒരു തൃശ്ശൂർക്കാരാണ് കേട്ടോ. അപ്പം എങ്ങനെയാണ് ഇവിടെ ആൾ വരുമ്പോഴാണോ വരുന്നത്? എങ്ങനെയാണ്? വീക്കെൻഡ്സിൽ അത്യാവശ്യം ഗസ്റ്റ് വരുന്നത്. വീക്ക് ഡേയ്സിൽ പൊതുവെ കുറവാണ്. അപ്പം അങ്ങനെ ആ ഒരു ടൈമിലാകുമ്പോൾ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് വീട് പോകും. ശരിക്കും സമയം ഒരുപാട് ആൾക്കാർ വരുന്നത് എപ്പോഴാണ് ഇവിടെ? നല്ല സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏപ്രിൽ മെയ് ജൂൺ വരെ ഒരു അത്യാവശ്യം സീസൺ ടൈമാണ്. ശരിക്കും നമ്മുടെ ഇപ്പം ഈ കാണുന്ന ഈ മുട്ടക്കുന്നൊക്കെ വന്നിട്ട് പുല്ലുകൾ കളിക്കുന്ന സമയം എപ്പോഴാണ്? അത് ഞാൻ ഏപ്രിൽ ഒരു വിഷു ഒക്കെ കഴിയണം. അപ്പോൾ മിസ്റ്റ് ഒക്കെ വരുന്ന ടൈമാണല്ലേ? ഇപ്പം ഈ ടൈമിൽ മിസ്റ്റ് ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡ്രൈ ക്ലൈമറ്റ് ആണ്. ഒന്നുമില്ല. ആകെ ഈ പറഞ്ഞ പോലെ ഭയങ്കര തണുപ്പുണ്ട്. അങ്ങനത്തെ ഒരു ഇതാണ് വരുന്നത്. ശരിക്കും നല്ല ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് ആണ് ഏറ്റവും വാഗമൺ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ടൈം. അതാണ് ഏറ്റവും നല്ലൊരു സീസൺ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മെയ് മാസത്തിലാണ് ശരിക്കും ഈ വാഗമൺ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയം. നിങ്ങൾക്കൊക്കെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു മുതലാളിയുമാണ്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും ചെയ്തു തരും. ഇവിടെ പാചകം ചെയ്യുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാചകം ചെയ്യാം. പിന്നെ അത്യാവശ്യം കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കൊച്ചു പയ്യനല്ലേ, അതിനെ അറിയാവുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേണമെന്നുള്ളൊരു ഇച്ചിരി ചട്ടിയോ ചരുവോ ചീനിച്ചട്ടിയോ ഒക്കെ കൊണ്ടുവരിക അല്ലേ, ഇറച്ചിക്കറിയൊക്കെ വെക്കണമെങ്കിൽ. ചെറിയൊരു കിച്ചണാണ്. അത്യാവശ്യം ഇപ്പോൾ ഒരു ഫാമിലി, നമ്മളിപ്പോൾ അത് ഫുൾ വില്ല 5 റൂംസാണ് വരുന്നത്. 5 റൂംസായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ ഫാമിലിക്കായിട്ട് നമ്മൾ കൊടുക്കും. അല്ല ഗ്രൂപ്പായിട്ട് ഗ്യാതറിംഗ് ആണ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും. അതിലിപ്പോൾ മാഡം എടുത്ത പോലെ 3 റൂംസ് ആണെങ്കിൽ അങ്ങനെ. അതെന്ന് എങ്ങനെയാണ് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് നമ്മളത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ ഒരു സ്മോൾ ഒരു കിച്ചൺ ഉണ്ട്. ചെറുവക നമുക്ക് പർപ്പസിനായി യൂസ് ചെയ്യാം, അത്രയാണ്. പക്ഷെ വലിയ കുക്കിങ്ങും പരിപാടിക്കാണെങ്കിൽ ഒന്നെങ്കിൽ ഇപ്പോൾ കാർ പോർച്ചിൽ തന്നെ ഒരു ബർണറും താഴോട്ടും ഉണ്ടല്ലോ.
താഴോട്ടും കുറച്ച് അത് മെയിൻലി എന്ന് പറഞ്ഞാൽ ക്യാമ്പ് ഫയർ അതൊക്കെ ഉണ്ട് കേട്ടോ. ആ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. ക്യാമ്പ് ഫയർ ബാർബിക്യൂ ഈ സംഭവം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു പർപ്പസ്ഫുള്ളി ഞങ്ങൾ ചെയ്തേക്കുന്നത്. അത് നമ്മൾ ഇന്ന് രാത്രി നമുക്ക് എന്തായാലും അതൊന്ന് സെറ്റ് ചെയ്യണേ. അപ്പോൾ അതൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ സ്വസ്ഥം സമാധാനത്തോട് നമുക്ക് വന്ന് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. മുതലാളിക്ക് ഇവിടെ തൊഴിലാളിയൊന്നുമില്ല കേട്ടോ. മുതലാളി തൊഴിലാളിയല്ല, ഇദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് വരുന്ന ഒരു അപേക്ഷയുണ്ട്, വളരെ നീറ്റായിട്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒന്ന് ഇട്ടിട്ട് പോണേ. ഇല്ലേ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ജിനു കല്യാണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, 33 വയസ്സുണ്ട്. കോണ്ടാക്ട് ചെയ്യാൻ ആൾക്കാർക്കില്ലേ. ക്രിസ്ത്യൻ മാർത്തോമയാണ്. ഈ കൂട്ടത്തിൽ ഞാനൊരു പുള്ളിക്ക് ഒരു ആലോചന കൂടിയൊക്കെ നടത്തുകയാണ്. ഇവിടെ തേയിലത്തോട്ടമാണ് ഇതിങ്ങനെ ഭാഗത്ത്. പിന്നെ വന്നിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് എന്തുവാണ്, ഏലത്തോട്ടം ആണെങ്കിലും ഇവിടെ വേവെന്ന് പറയുന്ന ഒരു ഇല ഇവിടെ കണ്ടമാനമുണ്ട്. അവിടെ നമ്മൾ പോത്തീസിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ 10 എണ്ണമൊക്കെ 50 രൂപ കൊടുത്തൊക്കെ വാങ്ങുന്ന ഇലകളാണ് ഇതൊക്കെ. ഇതിന് ഡാമേജ് ഇല്ലാത്ത ഇലകളാണ് ഞാൻ നോക്കിയപ്പോൾ ഇതിൽ കൂടുതലുള്ളത്. നല്ല ഇലകൾ, വയണേലല്ല ഇത്, വേവേല എന്ന് പറയും. ഇതിൽ പിന്നെ എന്തുവാ നമ്മൾ ന്യൂമറോളജി പ്രകാരം എന്തൊക്കെയോ നമ്പേഴ്സുകളൊക്കെ എഴുതുന്ന ഒരു ഇലയാണിത്. നമ്പേഴ്സുകളൊക്കെ എഴുതിയിട്ട് ഇത് നമ്മൾ പേഴ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം വരുമെന്നൊക്കെയാണ് പറയുന്നത്, സാമ്പത്തികമൊക്കെ വരുമെന്നാണ് പറയുന്നത്. ഇതെന്തോ അമ്പി ചേച്ചി, ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇതെന്താണെന്നറിയില്ല. ആണല്ലേ, ഇത് അമ്പി ചേച്ചി, ഇത് എൻ്റെ മൂത്ത നാത്തൂനാണ്, ചേട്ടൻ്റെ ചേച്ചി. പിന്നെ വേറൊരു നാത്തൂനാണ് അവിടെ നിൽക്കുന്നത്. ചേട്ടാ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എവിടുന്നാണ് കഴിക്കുന്നത്? ചേട്ടാ രാവിലെ പോയപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ, കണ്ടായിരുന്നല്ലോ? എല്ലാം അവിടെ ഉണ്ട്, പുട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ ആനയുണ്ട്, പശുവുണ്ട്. അപ്പൊ ഇനി നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോവാം കേട്ടോ. പോവാ. ഇതാണ് നമ്മളെ കൊണ്ടുവന്ന നമ്മുടെ സാരഥി, അതായത് നമ്മുടെ ഡ്രൈവർ. അദ്ദേഹത്തിന് എല്ലാ സ്ഥലങ്ങളും അറിയാം. പിന്നെ നല്ല ജോളിയായിട്ടാണ് ഞങ്ങളെല്ലാം വന്നത്. വളരെ ഹാപ്പി അല്ലേ? ഹാപ്പി. നമ്മളോട് ഒത്തുനിന്ന് ഞങ്ങൾക്ക് രാവിലെ ചായ ഇട്ട് തന്ന പുള്ളിയാണ്. പാചകങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് നമ്മളടുത്ത് തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് ചായ ഇടാമെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ചായ നല്ല സൂപ്പർ ചായ ഇട്ട് തന്നു കേട്ടോ. നമുക്ക് അപ്പോൾ കയറാം അല്ലേ? എന്നാ ബാ. ആരാണ് ബാക്കിൽ കയറിയിരിക്കുന്നത്? നേരത്തെ കയറിയിരുന്നു ചേച്ചി. റാണച്ചേട്ടൻ നേരത്തെ കയറിയിരുന്നു കേട്ടോ. എനിക്ക് ബാക്ക് സീറ്റ്. ചേട്ടൻ തലേണ എടുത്തോ. അങ്ങനെ ഞങ്ങൾ ശ്രീദേവി റെസ്റ്റോറൻറ്റിൽ വന്നു. അപ്പവും മുട്ടക്കറിയുമാണ് കഴിച്ചത് കേട്ടോ. പിന്നീട് ആദ്യം കയറിയത് മാസ്കോയുടെ ടീ ഫാക്ടറി ഔട്ട്ലെറ്റിലാണ്. ചെറുതേനാണിത്. വൻതേൻ നമുക്ക് സാമ്പിൾ തരുന്നുണ്ട്, ചെറുതേനൊരു സാമ്പിൾ തരില്ല. അത് മുതലാവില്ലല്ലോ, അതുകൊണ്ടല്ലേ. ഇതിൻ്റെ റേറ്റ് എത്ര വരും? 750 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ജിഞ്ചറിൻ്റെ എത്ര ആയിരുന്നു? 120. പിന്നെ ഇതിന് ഇത് വൻതേനാണ്, 340 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ വില വ്യത്യാസം കണ്ട സംഭവം. അതെന്താണ്? അപ്പോൾ ഇതെന്തായിരുന്നു സംഭവം? കാട്ടിലെയാണോ? ഓ, അങ്ങനെ ഉണ്ടല്ലേ. വൻതേന് 2 രീതിയിലുണ്ട്. ഇത് വളർത്തുന്ന, ഇപ്പൊ പുള്ളി നമുക്ക് സാമ്പിൾ തന്നേക്കുന്ന വീടുകളിൽ വളർത്തുന്നതും. ഏതില്? ഒറിജിനല്. അയ്യോ, വാങ്ങുന്നെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ചോണം. ഞാൻ നക്കി. എല്ലാ തേനും വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞേ. ഇത് നമ്മൾ പെട്ടിയിൽ വളർത്തുന്ന വീടുകളിലൊക്കെ. ഇത് കാട്ടുതേൻ, കാട്ടിലൊക്കെ വരുന്ന അല്ലാത്ത വൻതേൻ. ഓക്കെ. ഇത് ചെറുതേൻ. ഇതും നമ്മൾ അല്ലാതൊക്കെ ഉള്ള കാട്ടിലെ ഉള്ള ചെറുതേനാണ്. പക്ഷെ ഇത് ഇപ്പൊ തന്ന 3നും വ്യത്യാസമുണ്ട്. 3 തരത്തിലാണ്. അതെ, അത് കാട്ടിലെ തേൻ. ഇതിലെല്ലാം പൂക്കളിൽ നിന്നാണല്ലോ അവരെല്ലാം ശേഖരിച്ചുകൊണ്ട് വന്നിട്ടുള്ള ആ ഒരു ഫ്ലേവർ ഇതിനകത്ത് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. 3 എണ്ണം എടുത്തപ്പോൾ 3ന് വ്യത്യസ്തമായ ഫ്ലേവറുകളായിരുന്നു. ഇത് എല്ലാം ഉള്ള മസാല കിറ്റാണ് ഇതിനകത്ത് വരുന്നത്. നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് 10 പാക്കറ്റ് വാങ്ങിച്ചാൽ ഇത് 1 പാക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ അത് ഇതും തമ്മിൽ വ്യത്യാസമില്ലേ ചേച്ചി? ഓ, ശരി ശരി ശരി. അപ്പം ഇതിൻ്റെ ചെറിയൊരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ കറുകപ്പട്ടയുണ്ടല്ലോ, കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതേസമയം ഈ കറുകപ്പട്ടയിൽ കട്ടി കുറഞ്ഞു വരുന്നതാണ് ശരിക്കുള്ള മരത്തിൻ്റെ വരുന്നത്. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം. ചീവി എടുക്കുന്നതാണ് നമുക്ക്, അതാണ് ഏറ്റവും നല്ലത്. ചില തടികളിൽ അവർ അതിൻ്റേതായ സ്പ്രേ അടിക്കും. ഇപ്പം കറുകപ്പട്ടയുടെ മണമുള്ള സ്പ്രേ അടിക്കും. അപ്പം നമുക്കറിയത്തില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ചാലും ഭയങ്കര മണമാണ് ഇതിൻ്റെ ആ തടിക്ക്. നല്ല ചീകയാണിത്.
ചേച്ചി ഞാൻ വിചാരിച്ചു ഇത് അത്ര സ്ട്രോങ് അല്ലെന്നാ വിചാരിച്ചേ, പക്ഷെ ഇത് നല്ല സ്ട്രോങ് ആണ് കേട്ടോ ഈ ചെടികൾ, ഇല്ലേ? ഷോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല ഒരു കട്ട് ചെയ്ത് വിട്ടേക്കാണത്. ഇതാണ്, ഇത് വേറെ ഇല. ആ ഇത് തേയില, അതാണ്ട് ഇതിൻ്റെ ഇടയ്ക്കുന്ന വേറെ ഇലയാണ്. അപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞാൽ ഫൈൻ വാലിയിലേക്ക് പോകുന്ന റൂട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും കടകളുണ്ട് കേട്ടോ. ഓർമ്മയുണ്ടോ പഴയ സ്പ്രിങ് വള? അല്ല ആമ കളിക്കാനുള്ളത്, അല്ലാതെ തലയിൽ വെക്കുന്നൊന്നുമല്ല. അതിൻ്റെ വലുതുണ്ട്, ചെറുതുണ്ട്, കുഞ്ഞാമയുണ്ട്. ഇതിൻ്റെ വിലയാണ് 250 രൂപ. നല്ല രസമുണ്ട് ബാഗ്, വെയ്റ്റ്ലെസ് ആണ് കേട്ടോ. ഇതും 250 ആണ്. നിറയെ കടകൾ. അപ്പോൾ ഇനി ചെന്ന് എത്തേണ്ട സ്ഥലം എത്താറായോ? ഞങ്ങൾ കുറച്ചും കൂടി നടന്നാൽ മതിയല്ലേ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എൻട്രൻസ് പാസ് എടുക്കുക, പിന്നെ താഴോട്ട് നമ്മുടെ ഇഷ്ടം വിശാലമായിട്ടൊക്കെ പോകുക, എവിടെ ഇരിക്കുക, കിടക്കുക, ഇരിക്കുക. അപ്പോൾ പൈൻ വാലി ട്രീകളൊക്കെ വരുന്നത് നമ്മൾ സിനിമയിലെല്ലാം കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരിട്ട് കാണാമെന്ന് വിചാരിച്ചു, അങ്ങനെ കയറിയിരിക്കുകയാണ്. നല്ല രസമുണ്ട്, പക്ഷേ സൂക്ഷിച്ച് കയറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തെന്നി അടിച്ച് വീഴും. പിന്നെ കയറ് പിടിച്ച് കെട്ടിയിരിക്കുന്നത് ഡേഞ്ചറസ് സോണാണ്, പക്ഷേ ആൾക്കാർ കയറുന്നുണ്ട്. അത് വളരെ സൂക്ഷിക്കണം. ഈ പിള്ളേർ കയറിയ പോലെ തന്നെ തിരിച്ച് പതുക്കെ ഇങ്ങനെ താഴോട്ട് തന്നെ ഉരുണ്ട് വീഴും. ഒരു കണക്കിന് നല്ല രസമുണ്ട് കേട്ടോ അവിടെ. ഈ മരങ്ങൾ തന്നെ എൻ്റെ ഒരു മെയിൻ കാഴ്ചകൾ. ഇത് കയറുന്ന എങ്ങനെയും കയറാം, പക്ഷേ ഇറങ്ങുന്ന ഒരു ടാസ്ക് തന്നെയാണ്. വളരെ സൂക്ഷിച്ചിറങ്ങിയേ പറ്റുള്ളൂ. കാര്യം പലരും നിരങ്ങി അതിനൊരു നല്ലൊരു സ്മൂത്താക്കി ഇട്ടേക്കുകയാണ്. അതുകൊണ്ട് വലിയ പാടാണ്. വല്ല മരത്തിലൊക്കെ പിടിച്ച് വേണം ഇറങ്ങാൻ. ഇതിൻ്റെ ഇലകളൊക്കെ ഉണ്ടല്ലോ സ്മൂത്തായിട്ട് നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ നല്ല സ്ലിപ്പായി പോകുന്നുണ്ട്. ഇന്ന് ആളും ഇച്ചിരി കുറവാണ്, പക്ഷേ ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ. അവധി ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ്. ഈ പൈൻ ട്രീയുടെയൊക്കെ ഇടയ്ക്കായിട്ട് അവർ നമ്മളെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുക. അങ്ങനെ കുറേ സീനുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. കൊള്ളായിരുന്നു ചേച്ചി. പക്ഷേ എവിടെ താഴോട്ട് പോയാലും സംഭവം ഇങ്ങനെയൊക്കെ ഉള്ളൂ. കുഴപ്പമില്ല, കാലിനൊന്നും കുഴപ്പമില്ല, എന്തെങ്കിലും കുഴപ്പമില്ല. തിരിച്ച് കയറാൻ പറ്റുമോ? അല്ല, തിരിച്ച് സുഖമായിട്ട് കയറായിരുന്നു ചേച്ചി, സുഖമായിട്ട് കയറാം. പക്ഷെ ഇറങ്ങി പോകുന്ന നമുക്കൊരു ശകലം ഭയമുണ്ട്. ഒന്നുമില്ല, ഇതൊക്കെ തന്നെ. അപ്പം ഞങ്ങൾ താഴെ നിന്നാണ് ഇതിൻ്റെ ഫോട്ടോസെല്ലാം എടുക്കുന്നത്. എന്നിട്ട് അവരുടെ സ്റ്റുഡിയോ ആണ് ഇത്. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ തിരിച്ച് വരുമ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് വന്നാൽ അവർ നമുക്കിത് ഫോട്ടോ ഫ്രെയിം ചെയ്ത് തരും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് പോകാം. നമ്മൾ ഈ കാണുന്നത് സ്കൈ സൈക്ലിംഗ് ആണ്. അത് അങ്ങ് വരെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് കയറണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു പരീക്ഷണം നടത്താം. ഞാൻ തയ്യാർ. വിജയിച്ച് വരൂ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പറ്റൂല. ചേച്ചി വായിച്ച് ഒറ്റയ്ക്ക് പറ്റൂല, 2 പേരൊക്കെ കൂട്ടാണ്. ചേച്ചി വന്നേ, ഒന്ന് വെള്ളോട്ട് കയറാം. വാ ഒന്ന് വന്നേ, വാ എൻ്റെ കൂടെ വാ. കയറാൻ പോവാണ്. എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണേ. ഇത്രയേ ഉള്ളോ? ഈ സാധാരണ നമ്മൾ സൈക്കിൾ കെട്ടുന്ന പോലെ തന്നെ അല്ലേ? ചേച്ചി സൈക്കിൾ ഓൾറെഡി ബാലൻസ് ആണ്. അല്ല, ബാലൻസ് ആണ്. ബാലൻസ് ചെയ്യാൻ നോക്കണ്ട. നിങ്ങൾ ഒരു മീഡിയം സ്പീഡിൽ പെഡൽ ചെയ്യുക. എന്നിട്ട് നീ റോപ്പെ ടച്ച് ചെയ്യാൻ പാടില്ല. ഈ റോപ്പെ ടച്ച് ചെയ്യാൻ പാടില്ല. എന്നിട്ട് പെഡൽ ചെയ്യില്ല. പെഡലിലേക്ക് ചവിട്ടിയാൽ മാത്രം ഓക്കെ അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ചേച്ചി ഫ്രണ്ട് വരും. ഓക്കെ, ഷൂ ഇട്ടെങ്ങനോട്ട് കുഴപ്പമൊന്നുമില്ല. മീഡിയം സ്പീഡിൽ ആ ഫ്രണ്ടിലത്തെ സ്ലിപ്പാകുവാണ്. അയ്യോ നിക്ക്. ഒരു സാഹസ്യ സീൻ കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങി. നന്നായിരുന്നു. പേടിക്കാവുന്നില്ല. ഈ സംഭവത്തിൻ്റെ ആ സൈക്കിൾ ചവിട്ടുന്നത് ബാക്ക് പോകാതിരുന്നാൽ മാത്രം മതി. അപ്പോഴും സ്ലോ ആയി.
അവിടെ വന്നപ്പോൾ അങ്ങനെ. പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് ചക്രവർത്തി സ്ലിപ്പായി പോകുന്നുണ്ടായിരുന്നു. അന്നേരം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ താഴെ വീണാൽ കുഴപ്പമൊന്നുമില്ല, കാടാണ്, അതിൻ്റെ മണ്ടയിൽ കയറി ഇരുന്നാൽ മതി. ഓക്കെ. ഇത്രയും നാൾ സൈക്കിൾ ചവിട്ടാൻ പറ്റാത്തവള് ഡ്രോപ്പ് വഴി പിന്നെ പോയിരിക്കുന്നത്. ചേട്ടാ, അത് സൈക്കിൾ ബാലൻസ് ഓൾറെഡി അതിനകത്തുണ്ട്. ബാലൻസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. സ്കൂട്ടറൊക്കെ ഓടിച്ചാ അങ്ങനെയല്ലേ. ലൈസൻസ് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, സ്കൂട്ടർ ലൈസൻസ് ഉണ്ട്, എല്ലാം ആനയുണ്ട്, കാളയുണ്ട്. പക്ഷേ ഗണേഷ് കുമാർ പറഞ്ഞ് വണ്ടി ഓട്ടിക്കും. റോഡ് ഓട്ടിക്കാൻ പറ്റില്ല, മലയിൽ പോകാൻ പറ്റും. ശരിക്കും ഞങ്ങൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് 2 മാസം കഴിയും, ഇവിടെ മെയിൻ്റനൻസ് നടക്കുകയാണെന്നാണ് പറയുന്നത്. റിപ്പോർട്ടിന് ശേഷം മാത്രമേ അവർ ആൾക്കാരെ കയറ്റി വിടുകയുള്ളൂ. അപ്പോൾ ബാക്കി കുറേ ഉണ്ട് കേട്ടോ, ഇവിടെ കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം പുതിയത്. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങി ഒരുവിധമുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാം കണ്ടു. ഇനിയുണ്ട് കുറച്ചുകൂടെ കാണാനായിട്ട്. ഇന്ന് രാത്രിയിൽ ഇവിടെ വാം ഫയർ ഉണ്ട്. അപ്പോൾ വാഗമണ്ണിലെ മറ്റൊരു വിസ്മയ കാഴ്ച കാണാൻ പോവുകയാണ് നമ്മൾ. ഇപ്പം സന്ധ്യയായിട്ടുണ്ട്. ഈ സമയം വന്നാലേ ലൈറ്റൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇതൊരു അഡ്വഞ്ചർ പാർക്കാണ്, പിന്നെ ഫ്ലവർ പാർക്ക് കൂടിയാണ്. പൂക്കൾ പറിക്കരുത്, പറിച്ചാൽ 500 രൂപ ഫൈൻ. ഇവിടുത്തെ ഒരു വസ്തുക്കളിലും നമ്മൾ തൊടാൻ പാടില്ല. നല്ല മഴക്കോളല്ലേ ചേച്ചി ഇത്? ഇത് കൊള്ളാം കേട്ടോ. നോക്ക് ചേച്ചി, വാ. ഓ, എന്ത് രസം അല്ലേ? ഞാൻ നോക്കിയിട്ട് ഇവിടെ ഇപ്പം ഞങ്ങൾ രാത്രിയിലാണ് വന്നത്. ശരിക്കും ലൈറ്റുകളുടെ ഒരു ഭംഗിയുടെ ആസ്വദിക്കാനാണ് വന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ ഒരു 5 മണിക്കെങ്കിലും എത്തണം. എത്തിയാൽ മാത്രമേ നമുക്ക് ഇവിടുത്തേക്ക് ഓരോ ഫ്ലവറുകളും കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ രാത്രിയായിപ്പോയി, അതുകൊണ്ട് ഒന്നും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ലൈറ്റുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പം ഒരു അടിപൊളിയാണിത്. കഷ്ടമായിപ്പോയി ചേച്ചി, പകൽ വരേണ്ടതായിരുന്നു. തമ്പുരു താനീ ശ്രുതി മീട്ടി. ഈ ഒരു ഗാർഡൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാഗമണ്ണിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുക്കാലും കുന്നുകളെല്ലാം കാണാൻ പറ്റും. രാത്രി വന്നുള്ള പ്രത്യേകത ഇതാണ്, ലൈറ്റുകൾ കംപ്ലീറ്റ് കാണാൻ പറ്റും. പക്ഷെ അവർ പല സ്ഥലത്തും ഓഫ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വാഗമണ്ണിൽ ഏറ്റവും കാണേണ്ട ഒരു ദൃശ്യം തന്നെയാണ് ഇവിടെ തന്നെ. നമുക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂറെങ്കിലും ഇതിനകത്ത് ചിലവഴിച്ചാൽ ഒരു നഷ്ടവും വരത്തില്ല. വാഗമണ്ണിൽ വരുന്നവർ വെറുതെ മൊട്ടക്കുന്നിൽ കയറി നിന്ന് ഫോട്ടോസ് എടുക്കാതെ നിങ്ങൾക്ക് ഇങ്ങനൊരു ഏരിയ ഇവിടെ തന്നെ ഉണ്ട്. പോയിട്ട് വേറെയും മറു സൈഡും ബോട്ട് സർവീസും ഒക്കെ ഉണ്ട്. ഞാൻ വാഗമണ്ണിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പം നിൽക്കുന്നത്. ഭയങ്കര കാറ്റ്, ഭയങ്കര തണുപ്പ് സാധ്യം. അപ്പോൾ ഓക്കെ, നമ്മുടെ ബാർബിക്കിന്റെ സ്റ്റാർട്ടപ്പ് വന്നു. പിന്നെ ചിക്കൻ വരുന്നു. അടുത്ത സാധനങ്ങളെല്ലാം ഇപ്പോൾ എത്തും. ഇവിടുത്തെ ഓണർ വിത്ത് കുക്ക്. ഓക്കെ, ബാർബിക്ക് സ്റ്റാർട്ട് ചെയ്തു. ജിനു ആണ് അതിൻ്റെ എല്ലാം പ്രിപ്പറേഷൻ നടത്തുന്നത് അല്ലേ? ചീഫ് കുക്കാണ് ഇവിടുത്തെ എല്ലാത്തിൻ്റെ മെയിൻ, ഓൾ ഇൻ ഓൾ. നമ്മൾ ഊതി കഴിഞ്ഞാല് ചിലപ്പോ ആളിക്കത്തും. മറ്റേ ഒരു ബ്ലോവർ മടിക്കുകയാണെങ്കിൽ കത്തി നിൽക്കും. അപ്പൊ കുറച്ചുകൂടി പെട്ടെന്ന്. ഇതിപ്പോ നമ്മളിങ്ങനെ അധ്വാനിക്കണം. നമ്മുടെ അധ്വാനത്തിന്റെ ഫലം അവസാനം അറിയാം. ഇങ്ങനെ കത്തിയാ പോരെ? പക്ഷെ ഇവിടെ കത്തിയില്ലല്ലോ. ആണോ? നല്ല ചൂടുണ്ടാവുമല്ലോ. അത് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാ ഊതണ്ട ചേട്ടാ. ചേട്ടാ, ഇത് നല്ല ചൂടുണ്ട്. ഇതാ തീയാണ്. അതിന്റെയൊക്കെ ഇത് കണ്ടോ, ഉരുകി ഇറങ്ങി വീഴുന്ന കണ്ടോ? ഇനിയിപ്പോ ഇതിന്റെ ഇതുകൊണ്ട് തന്നെ അതങ്ങ് വന്നോളും. അങ്ങനെ ദൂരം ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോ ചെറുതായിട്ട് കഴിക്കണം. അങ്ങനെ കൂട്ടടിച്ച് കഴിക്കും.
ഒറ്റയ്ക്ക് ചെല്ലട്ടെ. ഹവാ 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 ഹവാ. കളിക്ക് 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 കാര്യം വായിക്കട്ടെ. ഡാൻസ് പഠിക്കാത്തതിന്റെ കുഴപ്പാ, അവരൊക്കെ ഡാൻസ് അറിയാം. പഠിക്കാൻ ചേട്ടാ ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കൈയെടുത്ത് എങ്ങനെ ആക്കണം? എനിക്കറിയില്ല, ഡാൻസ് അറിയാൻ വയ്യാത്തോണ്ടാ. കളിക്കണമെന്നുണ്ടെങ്കിൽ ഭരതനാട്യമാണ്. ഞാൻ പറഞ്ഞാണ്. പക്ഷെ ഈ സൈഡിൽ നിന്നേ ചൂട് കിട്ടത്തുള്ളില്ലേ ചേട്ടാ? ഡാൻസ് അറിയില്ല. ഭരതനാട്യമാണെന്നുണ്ടെങ്കിൽ മുണ്ട് മാറ്റുള്ളൂ, വേറെ സ്റ്റൈലില്ല. ഈയോടുള്ള കളിയാണ്. ഒന്ന് അനങ്ങെങ്കിലും ഞാൻ എന്തായാലും ഇനി കുറച്ച് ഡാൻസ് പഠിച്ചിട്ടേ ഉള്ളൂ പരിപാടി. ചേട്ടാ തീ വരും തിരക്ക്. മലരിതളിൽ മണിശലഭം വീണുമയങ്ങി പ്രതിനദിയിൽ ജലതരംഗം നീളമുഴങ്ങി. മലരിതളിൽ മണിശലഭം വീണുമയങ്ങി പ്രതിനദിയിൽ ജലതരംഗം നീളമുഴങ്ങി. നീയുമെൻ പ്രാണനിൽ നീ ആശയൊഴുക്കി. നീയുമെൻ പ്രാണനിൽ നീ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? എന്ത് സംഭവിക്കാം? ആഹാ, ഇപ്പൊ അങ്ങനെയായോ? എന്ത് സംഭവിക്കാം? സംഭവം ഇപ്പൊ ബാർബി അടിപൊളിയായിരിക്കും. അടിപൊളി. എങ്ങനെയുണ്ട്? ഉപ്പും പുളിയൊക്കെ ഉണ്ടോ? ഉപ്പും പുളിയുണ്ട്. കേന്ദ്രമന്ത്രി പറഞ്ഞ്, സെൻട്രൽ പറഞ്ഞ് ഓക്കെ ഓക്കേന്ന് പറഞ്ഞു. ബാക്കി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ ഷാർജ മഹാരാജാവ് പറഞ്ഞു. അതൊക്കെ മേലെയുള്ള ആളാണ് പറഞ്ഞത്. നല്ല ചൂടുണ്ട് കേട്ടോ, തീയുണ്ട് അല്ലേ? മുരളീധരൻ കേന്ദ്രത്തിൽ നിന്നല്ല, സെൻട്രലിൽ നിന്ന് വന്ന ആളാണ്. നമ്മള് ദുബായിൽ നിന്ന് ആളിനെ കൊണ്ടുവന്ന് ഇതിനു വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ്. ഇത് ഉപ്പ് നോക്കാനോ? മുരളീധരൻ ഇന്റർനാഷണൽ ലെവലിൽ എ ടു സെഡ് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വാഴയ്ക്കപ്പം മുതൽ ദുബായിൽ നിന്ന് നമുക്ക് വേണ്ടി നമ്മളുടെ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് വന്നൊരു വ്യക്തിയാണ് മുരളിച്ചേട്ടൻ. മുരളിച്ചേട്ടൻ്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇത് കൂടെ രാധാജിത്തുണ്ട് എല്ലാ കാര്യത്തിലും. ഇങ്ങനെ വീശാനാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. കവിത ഒന്ന് പറയുക. നല്ല കവിതയായിരുന്നു. ഒന്ന് പറഞ്ഞാൽ മതി ചേട്ടാ, ഒന്ന് പറയാം. ചേട്ടാ കരിഞ്ഞു പോരുത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതാണ് ചുമ്മാ ആദ്യം അടിച്ചോണ്ടിരുന്ന് മതി ചേട്ടാ. അപ്പോൾ പാത്രത്തിലോട്ടിട്. കരിയൊന്നുമില്ല, കരിയില്ല.
എത്ര കാലമോ ഞാൻ കാത്തു കാത്തു നിന്ന്. അങ്ങനെ ആദ്യത്തെ റൗണ്ട് ഇത്. രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാണ്. അരിഞ്ഞ് വാങ്ങിച്ചു. അരിഞ്ഞല്ല, ഉള്ളി കൂടെ ഇതിനകത്ത് വെച്ചോ. ഉള്ളിയും ടൊമാറ്റോ കൂടെ വയ്ക്കും. ഒരു ടൊമാറ്റോയും ഒരു ഉള്ളിയും കൂടെ ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഇവിടെ വെക്കുന്നത് അതും കൂടെ ചൂടാത്ത വരും. അത് വാങ്ങിയില്ല. ഓക്കെ ഓക്കെ. നീ എന്ത് തിന്നിട്ട് കിടക്കാപ്പാ? നീയാണ് എന്നാ അതെന്തോ ചേട്ടാ, ഒന്ന് കാണിച്ചില്ലല്ലോ, അങ്ങോട്ട് വെച്ചില്ലല്ലോ. ബ്രെഡ് കട്ട് ചെയ്ത് ശരിയായില്ല. അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ബ്രെഡ് തണ്ട ചാപ്പിട് ചാപ്പിട്. കൊള്ളാം അങ്ങനെയുണ്ട്. കൊള്ളാം, അടിപൊളി. ബ്രെഡും ഇതോട് ചേർത്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ഇവിടെ വരിക, ജിനുവിനെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ 2-3 ഡാൻസ് കളിക്കാൻ, പാട്ടും പഠിച്ച് ഇല്ലേ, ഡാൻസും ഒക്കെ കളിക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് വന്ന് കളിക്കാനുള്ള ഒരു നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഡാൻസ് അറിയാൻ വയ്യാതെ പോയി ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ, ഇല്ലേ? അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും കഴിക്കുക എന്നുള്ളൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ, ഇല്ലേ? ഇത് ബ്രെഡ്, ഇതെന്താണ്? ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ചേട്ടൻ പറ. എനിക്കുണ്ട് ബ്രെഡ് ഉണ്ട്, ചിക്കൻ ചുട്ടതുണ്ട്, പിന്നെ വേറെ കറികളുണ്ട്, ദോശയുണ്ട്. അപ്പം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.